ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നമുക്ക് ആദ്യമേ കുഞ്ഞു കുഞ്ഞു ലക്ഷണം കിട്ടും. എന്നാലും നമ്മൾ എന്ത് വിചാരിക്കും, ഓ ഇതായിരിക്കില്ല, ഇയാൾക്ക് എന്തായാലും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഇയാൾ എന്നെ ഒരിക്കലും എന്നോട് ഇങ്ങനെ കേണിക്കില്ല എന്നൊക്കെ വിചാരിക്കും. ആളാരൊക്കെ അവസാനം എല്ലാം കൂടെ കൊണ്ട് തന്നല്ലോ. അതുപോലെയാണ് ചില ആൾക്കാർക്ക് അസുഖം വരുമ്പോൾ, പ്രത്യേകിച്ച് ഇത് ചിരിക്കാനുള്ള കാര്യമില്ല, ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങൾ കിട്ടും. പക്ഷേ നമ്മൾ തന്നെ അങ്ങ് അവഗണിക്കും. ഈ അവഗണന കാരണമാണ് ഇത് നമുക്ക് ഒരിക്കലും ചികിത്സിച്ച് മാറാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറും. അപ്പോൾ കേരള ഗവൺമെൻറ് ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം 2.0 എന്നും പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവിടെ ക്യാൻസറിനെ കുറിച്ച് അവയർനെസ് ഒക്കെ കൊടുക്കാനാണ്. അപ്പോൾ എനിക്ക് എന്നെ തോന്നി, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണല്ലോ, ഞാനും എന്തെങ്കിലുമൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തൂടെ എന്ന് തോന്നി. ഈ ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്ന് പറഞ്ഞാൽ ഈ HPV എന്നൊരു വൈറസ് ഉണ്ട്. ഈ വൈറസ് കാരണം നമുക്ക് കുറച്ച് ക്യാൻസർ വരും. അതിൽ പ്രധാനമായിട്ട് വരുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ സെർവിക്സ് സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസ് ഉണ്ടല്ലോ, യൂട്രസിൻ്റെ അകത്താണ് കുഞ്ഞ് കിടക്കുന്നത്. ഈ യൂട്രസിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തെ ഭാഗം, ഇതിനെ പറയാൻ പറയുന്നത് സെർവിക്സ്. ഈ സെർവിക്സ് ആണ് ഈ കുഞ്ഞിനെ ഈ ഗർഭപാത്രത്തിനെ പിടിച്ച് നിർത്താൻ സഹായിക്കുന്നത്. ഇപ്പം ഈ പ്രസവിക്കാനൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഡോക്ടർ പറയും വികസനം വന്നിട്ടില്ല, വികസിച്ചിട്ടില്ല എന്നൊക്കെ പറയും. ഈ വികസനത്തിൻ്റെ കാര്യം ഈ സെർവിക്സ് ആണ്. അപ്പോൾ ഇവിടെ ക്യാൻസർ വരാൻ സാധ്യത. ഇത് വരാതിരിക്കുക, അതായത് 10-60 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു വാക്സിൻ എടുക്കാം. ഈ വാക്സിൻ ഒരു 9 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ഇത് ആൺകുട്ടികൾക്കും എടുക്കാം, പെൺകുട്ടികൾക്കും എടുക്കാം. പെൺകുട്ടികൾ പ്രത്യേകിച്ച് എടുത്തിരിക്കണം, കാരണം അവർ സെർവൈക്കൽ ക്യാൻസറിൽ നിന്ന് ഇത് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ആൺകുട്ടികൾക്ക് പിനൽ ക്യാൻസറിൽ നിന്നും ഇത് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണെന്നും പറയുന്നു. പക്ഷേ ഈ വാക്സിൻ ഗവൺമെൻറ്റിലുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അറിവിലില്ല. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇത് പ്രൈവറ്റായിട്ട് കിട്ടും. ഇതൊരു വയലിന് 2000 രൂപയും കണ്ടെയാണ്. 2 തരത്തിലുള്ള വാക്സിൻ ഉണ്ട്, ഗാഡാസിലുണ്ട്, സെർവാരിക്സ് എന്നൊക്കെ പറഞ്ഞ് വാക്സിൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ബൈ.